what YouTube channel guys. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കെല്ലാം സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ 6 സബ്സ്ക്രൈബേഴ്സ് 7 സബ്സ്ക്രൈബേഴ്സ് അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കാണെങ്കിലും ലൈവ് ഇടുന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഗൈസ് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണം, എന്നാലേ നമുക്ക് എന്താക്കാൻ പറ്റും, ലൈവ് ഇടാൻ പറ്റും. അതന്നെ ഗൈസ്. നമ്മൾ കമ്പനിയിൽ കണ്ടക്കണമെങ്കിൽ നമ്മൾ ടാക്സി ഡ്രൈവർ ആയിട്ടാണുള്ളത് ഗൈസ്. നമുക്കാണെങ്കിൽ ടാക്സി ആരൊക്കെ വിളിക്കുന്ന നോക്കാം. നമുക്ക് ഒരു ചെറിയതെടുക്കണം. ഇത് ഫുള്ളും വലുതേ ഉള്ളൂ. ഇത്ര ദൂരം അങ്ങനെ കൊണ്ടുപോയിക്കൂടാ, കുറച്ചേ കൊണ്ടുപോയിക്കൂടും. ഇപ്പം അങ്ങോട്ടേക്ക് ദൂരം എത്തിച്ചിട്ടുണ്ടെങ്കിലാണെങ്കിലും നമുക്ക് ബോറടിക്കൂല ഗൈസ്. ബോറ് അടിച്ചുകൂടാ ഗൈസ്. നമ്മളെ ഫോണിൻ്റെ പ്രശ്നം കുറച്ചെങ്കിലും നമുക്ക് ഡിസ്റ്റർബ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ സ്റ്റക്കാകുന്നുണ്ട് എനിക്കറിയില്ല. അപ്പം നമ്മളെ സ്ഥലം എവിടെയോ ആയിട്ടാണ്. ടാക്സി വിളിക്കുമല്ല ആയണം. ഇടത്തേക്കോ പോകേണ്ടത്. വേണമെങ്കിൽ നിൽക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിന്. നോക്കട്ട് മേലെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ടാക്സി വിളിക്കുക. അതന്നെ വാ കേറ്. ഞാൻ പോകുന്നില്ലല്ലേ. അതാ കയറിയാ എന്തെന്നാണെന്ന് ഞാൻ വണ്ടി വരച്ച പോകുമ്പോൾ തന്നെ ഞാനങ്ങ് കയറി. എന്തെന്നല്ല അല്ലേ? അതന്നെ അയാളൊന്നും ഭയങ്കര കൂക്കലും നിലവിളിയും തന്നെയാണ്. നമ്മൾ വണ്ടി ചെറുങ്ങനെ ഷെയ്ക്കായിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം നമുക്കാണെങ്കിൽ യാത്ര പോവാം. പോലാ പെട്ടെന്ന് സ്റ്റെക്കെല്ലാം കുത്തല്ല. കുത്തിയിരുന്നില്ല. ഒന്നുമില്ല. പേടിക്കൊന്നും വേണ്ട. ഓടിക്കുന്നവരറിയോ? ഉച്ചൂസാണ് ഓടിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പേടിക്കുന്നൊന്നുമില്ലെന്നാ പറയുന്നതാ ഗൈസ്. നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടാക്സി ഡ്രൈവറാണ്. ശരിക്കില്ലെന്നല്ല, ഭയങ്കര കുത്തലും ഭയങ്കര ഫോണിൻ്റെ സ്റ്റെക്കെല്ലാം എടുത്ത് കാണിക്കുന്ന പാവപ്പെട്ടൊരു ഗെയിമറിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നല്ല. നിങ്ങൾ കാണുന്ന തന്നെയുണ്ട്. ഇതിന് പ്രശ്നമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുത്തലും ചെയ്യും. അല്ല റോഡില്ല ഗൈസ്. ഇതൊന്നും റോഡ് വരെ ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളെ ഫോണിൻ്റെതാണത്. ഫോണിൻ്റെ പ്രശ്നമാണ്, ഗെയിമിൻ്റെ അല്ല. അതുവരെ നിങ്ങൾ കണ്ടിട്ടേ അത് കഴിച്ച് നമ്മൾ പറയുന്നു ഇങ്ങനത്തെ ഒരു ഗെയിമറാണ് നമ്മൾ. അങ്ങോട്ടൊക്കെ ഒരു നല്ല ദൂരം തന്നെ പോകേണ്ടത്. നമ്മൾ പോകുന്നത് ഞാൻ വിചാരിക്കുന്നു ആ സ്ഥലത്തിൻ്റെ പേരെന്തോ ഉണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. എന്തുകൊണ്ട് സ്ഥലത്തിൻ്റെ പേര്. പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. നമുക്കത് കുത്തുന്ന കഴിച്ചു കണ്ടോ. നമ്മളെ വണ്ടി വേഗം കുത്തലും ചെയ്യും. അങ്ങനത്തെ സീൻ വണ്ടിയാണ് നമ്മൾ വണ്ടി. ഇതിലെ പോകണമെന്നാണ് വിചാരിക്കുന്നു. നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ ചൂടെല്ലാം വണ്ടി. കുത്തല്ല. ഭയങ്കര കുത്തുന്നു. പിന്നെ അതിനങ്ങ് കരയുന്നതാ. എന്തെല്ലോ ഇമോജിയിൽ ഇടുന്നുണ്ട്. നമുക്ക് ചിരിച്ചു കൊടുക്കാം. ചിരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ സമയമാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
കുത്തുന്നു അപ്പോൾ നമ്മളെ എപ്പിസോഡ് ഇങ്ങനെയെല്ലാം ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം. ഇത് കണ്ടില്ലേ, നിങ്ങൾ നോക്കി, ഞാൻ കുറച്ചൊന്നും മുണ്ടാണ്ടല്ലോ, ഇതിന് ക്ഷമിക്കണം. ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് ഗെയിം കളിക്കാനറിയാം, പക്ഷെ ഭയങ്കര ഒടുക്കത്തെ സ്റ്റെക്ക്. അയാളങ്ങ് ഇറങ്ങിപ്പോട്ടു ഭ്രാന്ത്. ഭാഗ്യം പോയിട്ട് പൈസ കൊടുക്കാണ്. റേസറാൻ പറ്റാൻ തോന്നുന്നു അല്ല, പക്ഷെ ഏകദേശം പറഞ്ഞ സമയത്ത് എത്തിന്. ഇതിൻ്റെ ഭാഗ്യാണ്. ഇവര് ഇത്ര കുറെ കിലോമീറ്റർ ഇങ്ങോട്ട് അയാളും പോയി. ഞങ്ങൾക്ക് അത്രയും കുറവ് പൈസ നിന്നിട്ട് അയാളും പോയി. കള്ളൻ ഭ്രാന്ത്. ഒരു 5 ഉറുപ്പ എന്നിട്ട് പോയി. എന്നിട്ട് കാര്യമില്ല, നമുക്ക് ആ പൈസ കിട്ടി. പെട്രോൾ കാശ് കിട്ടിയെന്നാ പറയുന്നത്. പെട്രോളിൻ്റെ കാണുന്നു അത്രയുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ആര് പറഞ്ഞിനി? നമുക്കാണെങ്കിൽ ഒരു റോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഇത് ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. നമുക്കിപ്പോൾ എടുത്തേക്ക് പോകേണ്ടത് അപ്പം അടുത്തത് നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകണമെന്ന് അറിയാം. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് പോകും. അടുത്ത എപ്പിസോഡ് 3 ഏത് സ്ഥലത്തേക്ക് പോകേണ്ട കമൻറ്റ് ചെയ്യാം. ഓഫ് റോഡൊക്കെ പോകണമെന്ന് പറയുന്നവരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് റോഡ് പോകണമല്ലോ, സിറ്റി 2 പോകണം. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മളെ വണ്ടി നിർത്താനല്ല, കുറച്ചൊരു ബഗുഡ് വണ്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് പവർ കൂടിയ വണ്ടിയാണ്. അപ്പോൾ ആ പ്രശ്നം അല്ലേ? അതല്ലേ വണ്ടി കണ്ട ഭയങ്കര ആക്സിലറേഷനാണ്. നമുക്ക് അടുത്തേത് ഗെയിം കളിക്കണ്ട GTA San Andreas കളിക്കണം പറയുന്നവർ മസ്റ്റായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്. ഒരു 100-ലധികം ലൈക്ക് ചെയ്തവർ അടുത്ത വീഡിയോയിൽ നമ്മൾ GTA San Andreas കളിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം എല്ലാവരും പറയാം ഗൈസ്. ഇനി ഒന്നുകൂടി ടാക്സിൻ്റെ താങ്ങുന്നില്ല ഗൈസ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ഡ്രീം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടൽ പണിക്കണം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഇതാ ഹോട്ടൽ പണിക്കാനാണ്. അപ്പോൾ അതിനത്ര പൈസയൊന്നും ഉണ്ടാവും. ഇതാ 10, 100, 1000, 10,000 2 lakh വേണം ഞാൻ പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് ഹാവ് 2 lakh ഗൈസ്. അപ്പം നമ്മളിൽ പൈസ 1,00,000. അപ്പം നമ്മൾ പൈസ നോക്കുക കണ്ട 1,00,000 ഉണ്ട് ഗൈസ്. 1,86,004 ഉറുപ്പ. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടിയുടെ പൊട്ടിക്കുന്നെല്ലാം ഫ്യൂച്ചറിലും കാണിച്ചു തരാം. പാടൊരു എക്സോസ്റ്റ് ഉണ്ടാവും, അതിലിങ്ങനെ പൊട്ടിക്കലാണ്. പൊട്ടിക്കേ. പക്ഷേ ഗൈസ് നമ്മളെ വണ്ടി അത്ര പൊട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഗൈസ് വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെ നോക്കാം. നെറ്റില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കറുപ്പ് കളറായിരിക്കും എല്ലാം കാണും ഗൈസ്. നമ്മൾ സിംഗിൾ പ്ലെയർ ആയതുകൊണ്ട് ഒന്നും കാണിക്കുന്നില്ല ഗൈസ്. നമ്മൾ ഓമ്പിയിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു മൾട്ടിപ്ലെയർ വീഡിയോ ആയിട്ട് വരും. ഇത്രയാണ് നമ്മൾ ഈ വണ്ടിക്കൊന്നും അപ്ഡേഷൻ ഒന്നും അധികം കൊടുത്തിട്ടാ. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വണ്ടിക്ക് നല്ല അപ്ഡേഷൻ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്ഡേഷൻ വേണമെന്നുള്ളവർ അവരിലേക്ക് ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ഡേഷൻ കൊടുക്കണമെങ്കിൽ തന്നെ ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഡോളർ നമുക്ക് എത്ര പൈസ ആക്കണമെന്ന് വെച്ചാൽ ഒരു 200-ൻ്റെ ഒരു 600-700-ൻ്റെ അടുത്ത് ആക്കേണ്ടി വരും. നമ്മളാണെങ്കിൽ എത്ര കൂട്ടി വെച്ച് കിട്ടുന്നല്ല കൂട്ടി വെച്ച് ലാസ്റ്റ് നമ്മളാണെങ്കിൽ ആക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഡ്രിഫ്റ്റ് നോക്കിയിട്ട് തരാം. കാറിൽ പോയിട്ട് ഡ്രിഫ്റ്റ് മോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചിരി വരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ചിരിക്കുന്നു നോക്കാം.
നമുക്ക് കുറച്ച് സ്ഥലമില്ല, കുറച്ച് സ്ഥലം വേണം ഗൈസ്. അപ്പം ഈട് നയക്കട്ടെ നോക്കാം. അപ്പോൾ ആയിട്ടാട്ടോ. ഗൈസ്, അപ്പം നമ്മളെ ഡ്രിഫ്റ്റിങ് ഇതൊക്കെയാണ് പറയുന്നത്. വണ്ടിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മളെ വണ്ടിയുടെ ഡ്രിഫ്റ്റിങ് കാണിച്ചു തരണത്. നമ്മൾ കുറച്ചിങ്ങനെ വന്നിട്ട് ഇതാ പ്രശ്നം, വണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കൂല. ഡ്രിഫ്റ്റിങ് ശരിക്കൊരു ഇതായിട്ട് ഞാൻ നോക്കട്ടെ. പക്ഷെ നമുക്ക് ആവുന്നത്ര ഞാൻ നോക്കും. ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലേ, ഓരോരോ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, അപ്പം ഇത്രയും ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് തന്നെ ചെയ്യുകയാണ്. ഗൈസ്, ബൈ ഗൈസ്.